ഇന്ന് നമുക്ക് കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള മുട്ട ബിരിയാണി തയ്യാറാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് ചൂടായി വന്ന കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് ചൂടാക്കിയതിന് ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഉപ്പും കൂടി ചേർത്തെടുത്ത് ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പുതിനയില ഇതെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമുളക് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇതും കൂടി ചേർത്തുകൊണ്ട് 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. പിന്നീട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള ബിരിയാണി അരി ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് മസാലയൊക്കെ ആയിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും നാരങ്ങ നീരും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്ത് എന്നിട്ട് ഇതിൽ കംപ്ലീറ്റ് എയർ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം.